തീവ്ര നിലപാടുള്ള സംഘടനകളുടെ പിന്തുണ ഒരു നാണവുമില്ലാതെ വാങ്ങുന്ന രണ്ട് മുന്നണികൾ, അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. UDF-ഉം LDF-ഉം അത് ഇന്ത്യ എന്ന് പറയുന്ന INDIA എന്ന് പറയുന്ന ഒരു മുന്നണിയുടെ ഭാഗമാണ് എന്നത് കൃത്യമായി നിലമ്പൂരിൽ തെളിയിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതവർ തുടരുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തീവ്രത അളക്കുന്നത് മാത്രമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ലെസർ ഈവിൾ ആരാണ് എന്നതാണ് PDP-യെക്കുറിച്ചും വെൽഫെയർ പാർട്ടി എന്ന ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലെസർ ഈവിൾ എന്താണ് എന്നത്. അപ്പോൾ ഒരേ മുന്നണിയിൽ നിന്ന് തന്നെയുള്ള വിവിധ അഭിപ്രായങ്ങൾ വിവിധ നേതാക്കൾ നടത്തിയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ചർച്ച ചെയ്ത് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2014 ജനുവരി 18 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുത്തിരുന്നു. അതിൽ ജമാഅത്തെ ഇസ്ലാമിയെ വിശേഷിപ്പിക്കുന്നത് ഭരണഘടനയോട് കൂറില്ലാത്ത സംഘടന എന്നാണ്. എൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെ, ഭരണഘടനയോട് കൂറില്ലാത്ത സംഘടന എന്ന് കോൺഗ്രസിന്റെ കേരളത്തിലെ അവസാനത്തെ സർക്കാരായിരുന്നല്ലോ ഉമ്മൻചാണ്ടി സർക്കാർ. ഇനി ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ആ അവസാനത്തെ സർക്കാരിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞ ഭരണഘടനയോട് കൂറില്ലാത്ത സംഘടന എന്നതിന്റെ കാരണങ്ങൾ ഞാൻ പറയാം. ആ സത്യവാങ്മൂലത്തിന്റെ വിശദാംശങ്ങൾ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഭരണഘടനയോട് കൂറില്ലാത്ത ഒരു സംഘടനയുടെ പിന്തുണ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയിക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന UDF-ന്റെ ധാർമ്മികത എന്താണ്, നൈതികത എന്താണ്?